പ്രസന്റേഷനായിട്ട് നമ്മൾ നിർമ്മിച്ച മനോഹരമായിട്ടുള്ള ഈ സ്ലൈഡുകൾ വീഡിയോ രൂപത്തിൽ ഒരാൾ മലയാളത്തിൽ അവതരിപ്പിച്ച് തന്നാൽ എങ്ങനെയായിരിക്കും? ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു പ്രസന്റേഷനെ ഞാൻ വീഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് ഒന്ന് പ്ലേ ചെയ്തു തരാം. എന്താണ് സമ്പന്നമായ മനോഭാവം? ഇത് മലയാളത്തിലാണ്. പണത്തിന്റെ അളവിലല്ല, മറിച്ച് പണത്തെക്കുറിച്ച് നിങ്ങൾ അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ എങ്ങനെയാണ് ഗൂഗിൾ സ്ലൈഡ് അല്ലെങ്കിൽ നമ്മുടെ പ്രസൻറ്റേഷൻസ് എങ്ങനെയാണ് വീഡിയോ രൂപത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. പലപ്പോഴും ബിസിനസ്സുകാർക്ക്, പ്രൊഫഷണൽസിന്, ടീച്ചേഴ്സിനൊക്കെ ആവശ്യമായിട്ട് വരുന്ന ഒരു കാര്യമാണിത്. പ്രസൻറ്റേഷൻ നിർമ്മിച്ച് കഴിഞ്ഞാൽ അത് മലയാളത്തിൽ ആരെങ്കിലും പ്രസൻറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഉപകാരപ്രദം. അതായത് എല്ലാ സമയത്തും നമ്മൾ തന്നെ പ്രസൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതെങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ രണ്ട് ടൂളുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. രണ്ടും ഗൂഗിളിൻ്റെ തന്നെയാണ്. ഒന്നാമത് ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറയുന്നത് ഗൂഗിൾ സ്ലൈഡാണ്. ഗൂഗിൾ സ്ലൈഡിനെ കുറിച്ച് ഞാൻ മുമ്പ് വീഡിയോയിലൂടെ പറയുന്നുണ്ട്. മൈക്രോസോഫ്റ്റിൻ്റെ പവർ പോയിന്റ് പ്രസൻറ്റേഷൻസ് നിൽക്കുന്ന അതേ സ്ഥാനത്ത് നിൽക്കുന്നതാണ് ഗൂഗിളിൻ്റെ ഗൂഗിൾ സ്ലൈഡ്. രണ്ട് കമ്പനികൾ എന്നുള്ള ഒരേ പ്രവർത്തനങ്ങളാണ്. രണ്ടാമത് ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറയുന്നത് ഗൂഗിൾ വിഡ്സ് ആണ്. അത് ഗൂഗിൾ റീസെൻ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. വീഡിയോസ് എഡിറ്റിങ്ങിനാണ് കൂടുതലായിട്ടും ഈ ഒരു ടൂൾ ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇവിടെ ഉപയോഗിച്ചത് ജെമിനായി ആണ്. നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെ ജെമിനായി ഉപയോഗിച്ചിട്ട് ഇത്തരത്തിലുള്ള കളർഫുൾ ആയിട്ടുള്ള പ്രസൻറ്റേഷൻസ് നിർമ്മിക്കുക എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൃത്യമായിട്ടുള്ള പ്രോംപ്റ്റുകൾ കൊടുത്തു. റിച്ച് മൈൻഡ് സെറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രസൻറ്റേഷനാണ് ഞാൻ നിർമ്മിച്ച് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് നിർമ്മിച്ച് തന്നതിന് ശേഷം ഞാനിവിടെ എക്സ്പോർട്ട് ടു സ്ലൈഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത് വഴി ഇവിടെ നടക്കുന്ന പ്രവർത്തനം എന്താ വെച്ചാൽ ജെമിനായിൽ നിന്നും ഗൂഗിൾ സ്ലൈഡിലേക്ക് ഈ ഫയലിനെ അവർ എക്സ്പോർട്ട് ചെയ്ത് തരും. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്തു, എക്സ്പോർട്ട് സ്ലൈഡിൽ നമ്മുടെ ആ ഫയൽ കിട്ടി. ഇനി നമുക്കിതിൽ ഏത് വിധേനയുള്ള മാറ്റങ്ങളും നമ്മൾക്കിതിൽ മാനുവലായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ ടൈറ്റിൽ മാറ്റണമെങ്കിൽ ടൈറ്റിൽ മാറ്റാം, ഇമേജുകൾ മാറ്റണമെങ്കിൽ ഇമേജുകൾ മാറ്റാം, കളേഴ്സ് മാറ്റണമെങ്കിൽ കളേഴ്സൊക്കെ മാറ്റാം. അതായത് മുമ്പ് AI ചെയ്ത് തന്ന ആ ഒരു പ്രവർത്തനത്തെ അല്ലെങ്കിൽ ആ ഒരു ഡിസൈനിനെ നമുക്ക് മാനുവലായിട്ട് ചേഞ്ചുകൾ വരുത്താം. ഇനി നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ എങ്ങനെയാണ് ഇതിനെ വീഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. രണ്ട് രീതിയിലും നമുക്കിവിടെ വീഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഒന്ന്, നിങ്ങൾ ഗൂഗിൾ സ്ലൈഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇപ്പോൾ ഇത് റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളൂ, കൺവേർട്ട് ടു വീഡിയോസ് എന്നുള്ളത്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഗൂഗിൾ വിഡ്സിലേക്ക് നേരിട്ട് പോകും. അല്ല, നമുക്ക് മറ്റൊരു വിധത്തിലും ഇത് ചെയ്യാം. അപ്പോൾ ഓൾറെഡി നമ്മളൊരു പ്രസൻറ്റേഷൻ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ഗൂഗിൾ സ്ലൈഡിൽ. അപ്പോൾ നമ്മൾ ഗൂഗിൾ വിഡ്സ് എന്ന് ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ വിഡ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കാം. ശേഷം കൺവേർട്ട് ടു സ്ലൈഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ പോകുന്നത് നമ്മൾ ഗൂഗിൾ സ്ലൈഡിൻ്റെ ഫയലിലേക്കാണ്. ഇപ്പം നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ഫയലും നമുക്കിവിടെ കാണാൻ സാധിക്കും. രണ്ട് രീതിയിലും പറ്റുമെന്ന് പറഞ്ഞല്ലോ. ഒന്ന്, നമ്മൾ ഗൂഗിൾ സ്ലൈഡിൽ നിന്ന് കൺവേർട്ട് ടു വീഡിയോ എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഗൂഗിൾ വിഡ്സ് വഴിയും പോകാം. അപ്പം ഞാനിവിടെ ഈ കൺവേർട്ട് ടു വീഡിയോ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. കൺവേർട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഇനി നമ്മളോട് ആദ്യം ചോദിക്കും, എല്ലാ സ്ലൈഡുകളും നമുക്ക് വീഡിയോയിലേക്ക് മാറ്റേണ്ടതുണ്ടോ, ഏതെങ്കിലും നമ്മളിതൊന്ന് ഔട്ടാക്കേണ്ടതുണ്ടോ, റിമൂവ് ചെയ്തിട്ടുണ്ടെന്നോ നമ്മൾ ചോദിക്കും. അപ്പോൾ ആവശ്യമില്ലാതെ നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇമ്പോർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവരിനി നമ്മുടെ എൻ്റയർ സ്ലൈഡുകളെ വീഡിയോ രൂപത്തിലേക്ക് മാറ്റുകയാണ്. ഇവിടെ പ്രത്യേകത എന്താ വെച്ചാൽ മലയാളത്തിലടക്കം ഓഡിയോ കിട്ടുന്നുണ്ട് എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. വി ഗോട്ട് ദ റിസൾട്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഈ വീഡിയോയിലേക്ക് സ്വാഗതം. സമ്പന്നമായ മനോഭാവം, ചെറിയൊരു മ്യൂസിക് കൂടി അവർ ആഡ് ചെയ്തിട്ടുണ്ട് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. എന്താണ് സമ്പന്നമായ ഫുൾ സ്ക്രീനിൽ ഞാൻ കാണിച്ചു തരാം. ഈ വീഡിയോയിലേക്ക് സ്വാഗതം. സമ്പന്നമായ മനോഭാവം, വിജയത്തിലേക്കുള്ള പാത എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചല്ല, മറിച്ച് പണത്തെക്കുറിച്ച് നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നത്. അതായത് ഇവിടെ എൻ്റയർ പ്രസൻറ്റേഷൻസിന് ഗൂഗിൾ വീഡിയോ രൂപത്തിലേക്ക് മാറ്റി തന്നിട്ടുണ്ട്. ഇവിടെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ഇവിടെ വന്നിട്ടും നമ്മൾക്ക് ഇതിൽ മാറ്റങ്ങൾ വരുത്താം എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ തന്നെ നമുക്ക് ഇതിൻ്റെ ഓഡിയോ മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ ചെറിയൊരു ഡിഫോൾട്ട് മലയാളത്തിൽ നമുക്ക് കൂടുതൽ ഓഡിയോസിലേക്ക് മാറ്റാനുള്ള ഓപ്ഷൻസ് ഇല്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു ചെറിയൊരു ഡീമെറിറ്റ്സ് ആണ്. പക്ഷേ സൂൺ അവർ അതിന് മാറ്റം വരുത്തുമായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഈ ഗൂഗിൾ വിഡ്സിൻ്റെ ചെറിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ തന്നെ നമുക്കിനി എക്സ്ട്രാ സ്ലൈഡുകൾ ഇവിടെ നിന്ന് ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു ഉദാഹരണം കാണിച്ചു തരാം. ടൈറ്റിലല്ല, ടെംപ്ലേറ്റ്സ് ചൂസ് ചെയ്തു. ഇനി ടെംപ്ലേറ്റ്സിൽ നമുക്ക് ഓരോ ടൈപ്പ് ഉണ്ട്. മാർക്കറ്റിംഗ്, ഇതിൽ ഓരോ ടൈപ്പ് ടെംപ്ലേറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നിങ്ങൾക്ക് സംസാരിക്കുന്ന ഒരു വീഡിയോ ഇതിൻ്റെ ഇടയിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.
ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്മുടെ വീഡിയോ റെക്കോർഡ് വീഡിയോ എന്നുള്ള ഓപ്ഷൻ വെച്ചിട്ട് നമ്മളുടെ വീഡിയോ കൂടി നമുക്ക് റെക്കോർഡ് ചെയ്യാം. ഗൂഗിൾ വിഡ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഓരോ പാർട്ടായിട്ട് വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നതാണ്. അപ്പോൾ ആ ബാക്കിയുള്ള വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇനി നമുക്ക് ഇതിന് എന്ത് ചെയ്യാം, പ്ലേ ചെയ്യാം, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാം. അതായത് നമ്മൾ പ്രസൻറ്റേഷൻ സിമ്പിളായിട്ട് മലയാളത്തിൽ പോലും ഒരു വീഡിയോ രൂപത്തിലേക്ക് മാറ്റിത്തരാൻ ഗൂഗിൾ വിഡ്സ് സഹായിക്കുന്നുണ്ട്. ഇത് കുറേ ആളുകൾക്ക് ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ, ഫീഡ്ബാക്കുകൾ താഴെ അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ.